ഇടുക്കി ജില്ലയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏകദേശ ധാരണയിലായി BDJS ഉടുമ്പൻചോലയിൽ സംഗീത വിശ്വനാഥാണ് സ്ഥാനാർത്ഥിയാവുക. ഇടുക്കി മണ്ഡലത്തിൽ BDJSന്റെ ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പ്രഭ, അതോടൊപ്പം തന്നെ SNDPയുടെ മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവ് എന്നീ പേരുകൾ നിലവിൽ പരിഗണിക്കുന്നുണ്ട്. സുബിൻ തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. സുബിൻ, NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളിൽ ഒന്നാണ്, ഘടകകക്ഷികളിൽ ഒന്നാണ് BDJS. മാത്രമല്ല BDJSന് ഏറ്റവും സംഘടനാ സംവിധാനമുള്ള കേരളത്തിലെ ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി ജില്ല. അപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏകദേശം ധാരണയായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? കേട്ടിരുന്നുവെങ്കിലും നിലവിലിപ്പോൾ ഉടുമ്പൻചോലയിൽ സംഗീത വിശ്വനാഥിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സംഗീത വിശ്വനാഥ് ഉടുമ്പൻചോല മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും അവസാനമായി എത്തുന്നത്. അതോടൊപ്പം തന്നെ ഇടുക്കി മണ്ഡലത്തിൽ പരിഗണിക്കുന്നത് രണ്ടുപേരെയാണ്. അതായത് BDJS ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പ്രഭ, SNDP മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ എന്നിവർക്കാണ് നിലവിൽ സാധ്യതയുള്ളത്. ഇതിൽ ബിജു മാധവന്റെ പേരാണ് ഏറ്റവും ഉയർന്നു കേൾക്കുന്നത്. കാരണം 2016 ബിജു മാധവൻ ഇടുക്കിയിൽ നിന്ന് മത്സരിച്ചു. അന്ന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചൊരു വ്യക്തി കൂടിയാണ് ബിജു മാധവൻ. 27,000-ലധികം വോട്ടുകളാണ് അന്ന് മണ്ഡലത്തിൽ നിന്ന് ഇടുക്കിയിൽ നിന്ന് ബിജു മാധവൻ നേടിയത്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ബിജു മാധവനെ പരിഗണിക്കണം എന്നൊരു ആവശ്യം BDJS ജില്ലാ നേതൃത്വം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ബിജു മാധവന് മത്സരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ പ്രതീഷ് പ്രഭ ഇടുക്കി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇടുക്കിയിൽ BDJSനെ സംബന്ധിച്ച് നിർണായകമായ സ്വാധീനമുള്ള രണ്ട് മണ്ഡലങ്ങളാണ് ഇടുക്കിയും അതുപോലെ തന്നെ ഉടുമ്പൻചോലയും. MM മണിക്കെതിരെ കഴിഞ്ഞ തവണ വലിയ നേട്ടമുണ്ടാക്കാൻ BDJSന് കഴിഞ്ഞു. ഇത്തവണ MM മണി മത്സരരംഗത്തില്ലാത്തത് കൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷ ഉടുമ്പൻചോല മണ്ഡലത്തിലുണ്ട്. സംഗീത വിശ്വനാഥിനെ സംബന്ധിച്ച് നിരവധി തവണ ഇടുക്കിയിൽ നിന്ന് മത്സരിച്ച ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ തവണ ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു. അതിനു മുമ്പ് ലോക്സഭയിലേക്കും ഇടുക്കിയിൽ നിന്ന് മത്സരിച്ച വ്യക്തിയാണ് സംഗീത വിശ്വനാഥ്. കൂടാതെ സ്പൈസ് ബോർഡ് ചെയർപേഴ്സൺ കൂടിയാണ്. അത് ഈ ഒരു സാഹചര്യം കൊണ്ട് തന്നെ തോട്ടം മേഖലയിലെ ആളുകൾക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തൽ എന്തായാലും BDJSനുണ്ട്. ഈ തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് സംഗീത വിശ്വനാഥ്. ഈ സ്പൈസ് ബോർഡ് ചെയർപേഴ്സണൊക്കെ ആയതുകൊണ്ട് തന്നെ തൊഴിലാളികളുമായി അടുത്ത ബന്ധം, അതുപോലെ തന്നെ തോട്ടം ഉടമകളെയും ഒക്കെ നല്ല അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അതായത് മണ്ഡലത്തെ കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് സംഗീത വിശ്വനാഥ്. ഈ ഒരു സാഹചര്യത്തിലാണ് സംഗീത വിശ്വനാഥിനെ ഉടുമ്പൻചോലയിൽ തന്നെ മത്സരിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഏതായാലും BDJS എത്തുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബിജു മാധവന്റെ സംഘടനാ മികവ്, മലനാട് യൂണിയന്റെ പ്രസിഡന്റാണ്. ആ ഒരു സാഹചര്യത്തിൽ SNDP മലയാള യൂണിയൻ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ മണ്ഡലത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ട്. ആളുകൾക്ക് സ്വീകാര്യനായ ഒരു വ്യക്തിയാണ്. ഈ മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ രണ്ടുപേരെയും നിലവിൽ ഇപ്പോൾ ഉടുമ്പൻചോലയിലും ഇടുക്കിയിലും സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത്. ഓക്കെ, ഇടുക്കി ജില്ലയിൽ ഭാരത് ധർമ്മ ജനസേനയുടെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തിയാവുകയാണ്. സംഗീത വിശ്വനാഥ് ഉൾപ്പെടെ മുൻപ് തെരഞ്ഞെടുപ്പിൽ BDJS കളത്തിലിറക്കിയിട്ടുള്ള അനുഭവ സമ്പത്തുള്ള നേതാക്കളെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടുക്കി പോലെ BDJSന് സംഘടനാ സംവിധാനമുള്ള ഒരു ജില്ലയിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സുബിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേർത്ത്.